ഞാൻ എക്സാം ഈ ഫിസിക്സ് ഇങ്ങനെ തിരക്കോട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ചുറ്റുള്ള പിള്ളേർക്ക് കിടക്ക എക്സാം ഒക്കെ എഴുതിയിട്ട് അവരിങ്ങനെ പാനിക് ആയിട്ടായിരിക്കും. കഴിഞ്ഞു എഴുതി കഴിഞ്ഞു അവരൊക്കെ കഴിഞ്ഞിട്ട് കിടക്ക പുറത്തിറങ്ങിയപ്പോ എല്ലാരും കരയുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എക്സാം മൊത്തത്തിലെ ടഫായിരുന്നു. ഞാൻ എക്സ്ക്ലൂസീവ്ലി സൈലം മാത്രം. ഓക്കെ, എനിക്ക് വേറൊരു ബുക്കില്ല, DPPയും പഞ്ചും അല്ലാതെ എന്റെ ഒന്നുമില്ല. പിന്നെ സൈലത്തിൽ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറും സാറുമാർ തരുന്നതും ഇതല്ലാതെ എന്റെ ഒന്നുമില്ല. നല്ലൊരു പ്ലാൻ, നല്ല മെറ്റീരിയൽസ് എല്ലാം സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹായ് ഫിഷി ഡോക്ടേഴ്സ്, എന്റെ കൂടെ ഉള്ളത് ഇസ് അനദർ പ്രൈഡ് ഓഫ് സൈലം. സൈലത്തിന്റെ വൺ ഓഫ് ദ ടോപ്പർ ഫ്രം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ജോദാന. ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ് അല്ലെ, ഫ്യൂച്ചർ ഡോക്ടർ ആണ്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് മോളുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്ത ഫീലിംഗ് ഒക്കെ ഉണ്ടോ? അപ്പോ ജോദാന ആഗ്രഹിച്ച് വന്ന കോളേജ് ആണല്ലേ ഇത്? കാരണം വെഞ്ഞാറമൂടുകാരിയാണ്, ട്രിവാൻഡ്രമുകാരി തന്നെയാണ്. ആൻഡ് ഇവിടെ തന്നെ പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം എന്നൊക്കെ എന്നോട് പറഞ്ഞു. കുറെ വർഷങ്ങളായിട്ട് ഉള്ള ആഗ്രഹമായിരുന്നു. സോ വാട്ട് ഡു യു ഫീൽ റൈറ്റ് നൗ? സന്തോഷമുണ്ട്. ഓക്കെ. അപ്പം പിന്നെ ഇവിടെ ഇപ്പം ക്യാമ്പസിൽ വന്നപ്പം MBBS, അതായത് പുതിയൊരു സിലബസ്, പുതിയൊരു വേൾഡ് ആണല്ലേ. സോ അതിലേക്ക് എങ്ങനെ അഡ്ജസ്റ്റഡ് ആവുന്നുണ്ടോ? കുഴപ്പമില്ല. ആദ്യം നല്ല പാടായിരുന്നു, നല്ല സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. അപ്പൊ കുഴപ്പമില്ല. NEET 2025 ആണ് എഴുതിയത്. ഇറ്റ് വാസ് വൺ ഓഫ് ദ ടഫസ്റ്റ് പേപ്പർ. അപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് പറയോ? അതിലാണ് ഇത്രയും ടോപ്പ് സ്കോർ വാങ്ങിയിരിക്കുന്നത്. സോ അതൊരു ചെറിയ കാര്യമല്ല. സോ ഹൗ ഡിഡ് യു ഡു ഇറ്റ്? എക്സാം ആദ്യം നമുക്ക് ചെറിയൊരു ഉണ്ടായിരുന്നു, കാരണം 2024 ഇത്ര എളുപ്പമായതുകൊണ്ട് 25 കുറച്ച് പാടായിരിക്കുമെന്ന് അറിയാം. പക്ഷെ എന്നാലും എക്സാമിന് കയറുമ്പോൾ നമ്മൾ ഫിനിക്സ് ബാച്ചാ സൈലത്തില്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തിട്ട് തന്നെ പോയത്. അപ്പം ചെറിയൊരു ധൈര്യം ഉണ്ടായിരുന്നു, അത്ര കുഴപ്പമുണ്ടാവില്ല എന്ന്. പക്ഷെ എക്സാം ഹോളിൽ കയറി ബയോളജി ഒക്കെ എഴുതുമ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊരു 100% ആയിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കുറേ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഡൗട്ട്. അപ്പം എന്നാലും OMR ഒന്നും കംപ്ലീറ്റ് ആവുന്നില്ല, ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ ബയോളജി ഒരുവിധമൊക്കെ എഴുതി അങ്ങ് നിർത്തി. എന്നിട്ട് കെമിസ്ട്രി അറ്റൻഡ് ചെയ്തു. അതും അങ്ങോട്ട് കംപ്ലീറ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എന്നിട്ട് എന്നാലും കുഴപ്പമില്ല, ഫിസിക്സിലോട്ട് എത്തി. ആദ്യത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പോവാ. പക്ഷെ OMR ഭയങ്കര ബ്ലാങ്ക്, അവിടെ മാത്രമേ ഉള്ളൂ. പിന്നെയും പേപ്പർ പോകുന്നു. അപ്പം ഒരു ഹാഫൊക്കെ ആയപ്പോൾ പിന്നെ ഒട്ടും ശരിക്കും OMR ഇല്ല. അപ്പൊ പെട്ടെന്ന് തോന്നി എനിക്ക് ബാക്കിൽ നിന്ന് എഴുതാം. പെട്ടെന്ന് തന്നെ ബാക്കിൽ നിന്ന് എഴുതി. ബാക്കിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഫ്രണ്ട് വരെ എത്തി. അത്യാവശ്യം കുറേയൊക്കെ എഴുതി. എന്നിട്ട് ഫിസിക്സ് ഇങ്ങനെ എഴുതി ബാക്കിൽ നിന്ന് ഇങ്ങനെ വന്ന് ബാക്കിൽ കുറേ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും സമയം നോക്കുമ്പോൾ ഏകദേശം തീരാറായി. അപ്പോൾ എനിക്ക് ഫിസിക്സിന്റെ ഏകദേശം ധാരണ മനസ്സിലായി നല്ല ടഫാണെന്ന്. അപ്പോൾ അതിവിടെ സ്റ്റോപ്പ് ചെയ്ത് പോയി കെമിസ്ട്രിയും ബയോളജിയും കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് വന്ന് ഫിസിക്സിൽ വളരെ കുറച്ച് മാത്രമേ പിന്നെ അറ്റൻഡ് ചെയ്തോളൂ. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നമ്മൾ ചെയ്തു വന്ന ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഫിസിക്സിലെ കുറേ ക്വസ്റ്റ്യൻസ് കണക്ക് പോലും ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ കണ്ടു അങ്ങ് എഴുതി. അതേപോലെ തന്നെ എഴുതി. അപ്പൊ അതിന് അധികം സമയം വേസ്റ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല. ഓർമ്മയുണ്ട് 16 ഒക്കെ അതുപോലെ എഴുതി വെച്ചു. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഒരാള് അതും ടോപ്പറാണ് പറയുന്നത്. ഓക്കെ, അത് ചിലത് നമുക്ക് കാണുമ്പോ ഇപ്പം ഭയം ആണെങ്കിൽ ചിലത് നമ്മൾ ഓപ്ഷൻസ് പോലും വായിക്കൂല. വായിക്കാണ്ട് തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ അങ്ങ് ആൻസർ ചെയ്യും. പരിചയമുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇതങ്ങ് എഴുതാണെങ്കിൽ അത്രയും ടൈം അല്ല, അത് ഷോസ് യുവർ കോൺഫിഡൻസ്. അത് നല്ല കാര്യമാണ്. ചെയ്തു. ഓക്കെ, നൈസ്. പിന്നെ അപ്പൊ ആ ടഫ് പേപ്പർ എഴുതി എന്നിട്ട് പുറത്തേക്ക് വന്നപ്പോ എന്തായിരുന്നു ഫീൽ ചെയ്തത്? എക്സാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ നോക്കുമ്പോ ഞാൻ എക്സാം ഈ ഫിസിക്സ് ഇങ്ങനെ തിരക്കോട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ചുറ്റുള്ള പിള്ളേർക്ക് കിടക്ക എക്സാം ഒക്കെ എഴുതിയിട്ട് അവരിങ്ങനെ പാനിക് ആയിട്ടായിരിക്കും. കഴിഞ്ഞു എഴുതി കഴിഞ്ഞു അവരൊക്കെ കഴിഞ്ഞിട്ട് കിടക്ക. ഞാൻ മാത്രം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാം. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി. എക്സാം കഴിഞ്ഞ് ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. എക്സാം ഒരു ഹാഫ് ആയപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ചിലപ്പോൾ എനിക്കുള്ളതായിരിക്കില്ല നീറ്റ്. എന്തായാലും റിപ്പീറ്റ് ചെയ്തിട്ട് എനിക്ക് തീരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പം ഇതായിരിക്കൂല പഠിച്ചോ എനിക്ക് വിരിച്ചേക്കുന്നത് വിചാരിച്ചു. സെറ്റായിട്ടിരിക്കാം. പുറത്തിറങ്ങിയപ്പോ എല്ലാരും കരയുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എക്സാം മൊത്തത്തിലെ ടഫായിരുന്നു. എന്നിട്ട് ക്യാമ്പസിന്റെ അടുത്തുള്ള സീറ്റിൽ എന്റെ എക്സാം. അപ്പൊ തിരിച്ച് ഹോസ്റ്റലിലോട്ടായിരുന്നു. അപ്പൊ എന്റെ ഒക്കെ ഞങ്ങളെ കാത്തോടെ നിക്കാം. അപ്പൊ മിസ്സിനെ വന്ന് കണ്ടപ്പോ മിസ് പറഞ്ഞു വിളിച്ചവരൊക്കെ അങ്ങനെ തന്നെ പറയുന്നത്, കുഴപ്പമില്ല എല്ലാവർക്കും പാടാണ് എന്ന് പറഞ്ഞ് കുറെ പറഞ്ഞു. വീട് എത്തിയപ്പോ തന്നെ സാറന്മാരൊക്കെ വിളിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു നോക്ക് എന്നൊക്കെ പറഞ്ഞു. അല്ല അപ്പൊ ഞാൻ ബയോളജി ലൈവ് നോക്കി ഇവിടെ. അപ്പം കുഴപ്പമില്ല, എനിക്ക് ബയോളജിക്ക് ഫുൾ ഉണ്ട്, ബോട്ടണിക്കൊക്കെ. അപ്പൊ എനിക്ക് അപ്പൊ ഏകദേശം റാങ്ക് മണ്ടയ്ക്ക് ആവുന്നൊരു ഇതായി.
എന്നാലും ഫിസിക്സ് നോക്കാനുള്ള തീരെ ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ നോക്കിയില്ല. അപ്പൊ ബയോളജിക്ക് ഫുൾ സ്കോർ ചെയ്തിട്ടുണ്ട് അല്ലേ? സുവോളജിക്ക് ഒരെണ്ണം പോയി. ഓക്കെ, ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്? അതെനിക്ക് പറഞ്ഞില്ല. അപ്പോ നമ്മുടെ ഫിനിക്സ് ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ ഫിനിക്സ് ബാച്ചിലെ എക്സ്പീരിയൻസ് പറയോ? ഫീനിക്സ് ബാച്ച് ആക്ച്വലി നല്ല എഫക്റ്റീവാണ്. കാരണം നമുക്ക് ക്ലാസ് ഇപ്പൊ നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ തോന്നും ഭയങ്കര സ്പീഡാണ്, ബേസിക്സ് ഒന്നും പറയില്ല എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല, അവിടെ നല്ല ബേസിക്സ് പറഞ്ഞു തന്നെ പോകുന്നത്. ബേസിക്സ് പറഞ്ഞിട്ടായിരിക്കും പിന്നീട് അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടും. അതുണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് ഫിനിക്സ് ബാച്ചിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ഒപ്പം ഇരിക്കുന്ന ആൾക്കാർ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആൾക്കാരായിരുന്നു. അതായത് നമ്മളിപ്പം ഒരു DTS ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ നമുക്കത് ശരിയായെങ്കിലും നമുക്കത് പിന്നീട് എനിക്ക് ശരിയായ ക്വസ്റ്റ്യൻ എന്നൊരു രീതിയിൽ ഓർമ്മ ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവക്കത് തെറ്റി, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തുകൊണ്ടാ തെറ്റി എന്നുള്ളൊരു സംഭവം നമുക്ക് രജിസ്റ്റേർഡ് ആണ്. ഓക്കെ, അങ്ങനെ എല്ലാരും ഡിസ്കസ് ചെയ്തൊക്കെ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ സാർമാർ തരുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു ആ ക്ലാസ്സിൽ. പിന്നെ സാറന്മാർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഹോസ്റ്റല് ക്യാമ്പസിനോട് വളരെ അടുത്താണ്. അപ്പോൾ നമ്മൾ 7 മണി വരെയൊക്കെ ക്ലാസ് ക്യാമ്പസിൽ ഇരിക്കുമ്പോൾ എല്ലാവരും അവിടെ ഇരിക്കും. സാറന്മാർ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ചെയ്തു തരും. അതെ, ഡൗട്ട് ക്ലിയറൻസ് ആണ് ഇമ്പോർട്ടന്റ്. അതായിരുന്നു. ഞാൻ റിപ്പീറ്ററാണ്. ഫസ്റ്റ് ഇയറിൽ ഞാൻ ഡേ സ്കോളർ ആയിരുന്നു. തീരെയും ഡൗട്ട് ക്ലിയർ ചെയ്തില്ല. ഞാൻ ക്യാമ്പസ് വരും പോകും. പിന്നെ ക്ലാസ്സിൽ എല്ലാം ഒന്നും അറ്റൻഡ് ചെയ്യില്ല. വീട്ടിൽ പോകണം ഒരു മൈൻഡിൽ. പിന്നെ അങ്ങനത്തെ ശരിക്കും എൻ്റെ ഭാഗത്തുള്ള കുറേ മിസ്റ്റേക്ക് കാരണം ഫസ്റ്റ് കിട്ടാതെ പോയത്. അപ്പം അതൊന്നും സെക്കൻഡിലില്ലായിരുന്നു. ബാക്ക്ലോഗ്സ് ഇല്ല, എല്ലാം പഠിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ചില പാഠങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ ബാക്ക്ലോഗ്സ് ഇല്ലാതെ പോയതുകൊണ്ട് കൊള്ളാം. ഫിനിക്സിൻ്റെ കുറേ പ്രിവിലേജസും കുറെ അഡ്വാൻറ്റേജസും ഒക്കെ റിസൾട്ടിലുണ്ട്. ഓക്കെ, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ എന്താണ് നമുക്ക് പറയാനുള്ളത്? ഞാൻ എക്സ്ക്ലൂസീവ്ലി സൈലം മാത്രം. ഓക്കെ, എനിക്ക് വേറൊരു ബുക്കില്ല. DPPയും പഞ്ചും അല്ലാതെ എൻ്റെ ഒന്നുമില്ല. പിന്നെ സൈലത്തിൽ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറും സാറുമാർ തരുന്നതും അല്ലാതെ എൻ്റെ ഒന്നും ഇല്ല. അപ്പോ മോളെ വാപ്പച്ചി സൗദിയിലാണെന്ന് പറഞ്ഞു അല്ലെ? ഉമ്മ ടൈലർ ആണ്, ഉമ്മ ഭയങ്കര ഭംഗിയായിട്ടുള്ള ഉടുപ്പൊക്കെ തയ്ച്ചു തരും എന്നൊക്കെ പറഞ്ഞു. അവരൊരു ഫുൾ സപ്പോർട്ട് മോളുടെ ഈ ഒരു വിക്ടറിയിലില്ലേ? വാപ്പച്ചി എന്നെ കഴിഞ്ഞ വട്ടം ഞാൻ റിപ്പീറ്റിന് കയറുമ്പോൾ എന്നെ ഇവിടെ നാട്ടിൽ വന്നു. എന്നിട്ട് എന്നെ ഹോസ്റ്റലിലാക്കിയിട്ട് വാപ്പച്ചി പോയി. എന്നിട്ട് ഇപ്പൊ വാപ്പച്ചി ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ വരുമായിരിക്കും. ഇപ്പോഴും ഞാൻ ഇവിടെയാണ്. അതിനൊരു രസമുണ്ട് അതിങ്ങനെ ആലോചിക്കുമ്പോ. പുള്ളി വന്ന ടൈമിൽ ഞാൻ കംപ്ലീറ്റ് ഹോസ്റ്റലില്ല. അപ്പം വന്നിട്ട് ആദ്യം വാർഡിന്റെ അടുത്ത് ചോദിച്ചു എല്ലാ ആഴ്ചയും ഒന്ന് വിടുവോ, ലൈക്ക് എല്ലാ വെള്ളിയാഴ്ച ഒന്ന് വിടുവോ, പിന്നെ അടുത്ത ക്ലാസ്സിൽ കൊണ്ടാക്കാം, ഹൈബ്രിഡ് ആണല്ലോ എന്നൊക്കെ ചോദിച്ച്. അപ്പം പിന്നെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും വീട്ടിൽ പോയിരുന്നു. പിന്നെ വാപ്പച്ചി 1 മന്ത് നിന്നോളൂ പോയി. പിന്നെ തിരിച്ചു വാപ്പച്ചി വരുമ്പോ ആരാണ് മോള്? ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ് അല്ലേ? യെസ്. അപ്പം പേരന്റ്സിന്റെ ബ്ലെസ്സിങ്സും സപ്പോർട്ടും നന്നായിട്ടുണ്ട്. ഹോൾ ഫാമിലി ആക്ച്വലി നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും കൂടെ വേണോ, കിട്ടുന്ന സ്കോറിൽ എന്തെങ്കിലും എടുക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും വീട്ടുകാരൊക്കെ എല്ലാരും പറഞ്ഞു സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന പറഞ്ഞതൊക്കെ ഫാമിലി തന്നെയാ. ഓക്കെ, ദാറ്റ്സ് നൈസ്. ഓക്കെ, അപ്പം എല്ലാം അടിപൊളി ആവട്ടെ, നന്നായിട്ട് പഠിക്കുക, നല്ലൊരു ഡോക്ടറായിട്ട് വരിക, ഞങ്ങളെയൊക്കെ ചികിത്സിക്കുക ഫ്രീ ആയിട്ട്. ഓക്കെ, അപ്പോ ഇനി ഒരുപാട് പേര് സൈലത്തില് ഇപ്പൊ പഠിക്കുന്നവരുണ്ട്, ഇനി വരാനുള്ളവരുണ്ട്, അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ആക്ച്വലി നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ക്യാമ്പസ് ആണ്. കാരണം നമുക്ക് അത്രയും സ്ട്രെസ് ഇല്ല. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലാണ്, നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. എല്ലാം ആക്ച്വലി നല്ലൊരു പ്ലാൻ, നല്ല മെറ്റീരിയൽസ് എല്ലാം സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെന്താ, ഒട്ടും ക്ലാസ് ഒന്നും മുടക്കാതിരിക്കുക. LMRP ഒക്കെ അത്രയും അതിൻ്റെ എക്സ്റ്റെൻഡിൽ തന്നെ ഉപയോഗിക്കുക. കാരണം LMRP ആണ് നമ്മുടെ ലാസ്റ്റ് റിവിഷൻ. അതിനുശേഷം നമുക്ക് പിന്നീട് ബാക്ക്ലോഗ്സ് കവർ ചെയ്യാനൊക്കെയുള്ള ടൈം, പിന്നെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ പ്രീമോക്ക് ടൈമിന് ശരിക്കും നമ്മളത് നഷ്ടപ്പെടുത്തും. കാരണം പ്രീമോക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യൻസ് അത്രയും വർക്കൗട്ട് ചെയ്ത് നമ്മളിങ്ങനെ ആലോചിക്കുക, നമുക്ക് ആ പോർഷൻ മറന്നുപോയി എന്നൊക്കെ ആലോചിച്ച് നമുക്കങ്ങനെ റീകളക്ട് ചെയ്യാനുള്ള ടൈം നമ്മൾ ഒരു ചാപ്റ്ററൊക്കെ കൊണ്ട് റിവിഷൻ ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ അത്രയും നമുക്ക് നഷ്ടമാവാം. മേ ബി നമ്മളെ ചാപ്റ്റർ അപ്പം നമുക്ക് നല്ല ഓർമ്മയായിരിക്കും, പക്ഷെ ആ ഒരു ചാപ്റ്റർ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ്, അങ്ങനെ എത്ര ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ചാപ്റ്റർ നമ്മൾ കുറേ മിസ് ചെയ്യും. സോ മാക്സിമം LMRP തന്നെ എല്ലാ റിവിഷനും കംപ്ലീറ്റ് ചെയ്യുക. അപ്പം അതിലെന്തെങ്കിലും റിവിഷൻ മാത്രം, ചെറിയ ടോപ്പിക്കുകൾ മാത്രം നമ്മളെന്തെങ്കിലും മിസ്സായി പോകണമെങ്കിൽ അത് മാത്രം പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കുക. ഒരു കംപ്ലീറ്റ് ചാപ്റ്ററൊക്കെ നമ്മൾ LMRPയിൽ തന്നെ തീർക്കാൻ ശ്രമിക്കണം. പിന്നെ ഇനി LMRPയിലെ എക്സാംസ് ഒക്കെ വരുമ്പോൾ പഠിച്ചില്ല എന്ന് പറഞ്ഞ എക്സാംസ് ഒന്നും എഴുതാണ്ടിരിക്കരുത്. പ്രീമോക്കായാലും അങ്ങനെ തന്നെ ഒരൊറ്റ എക്സാം മുടക്കരുത്. കാരണം നമ്മളിങ്ങനെ കുറേ കൺസെപ്റ്റ് പഠിച്ച് പോകുമ്പോൾ നമുക്കൊരു മോശമായിട്ടുള്ളൊരു കോൺഫിഡൻസ് വരും, അറിയാമെന്ന്. പക്ഷെ നമ്മൾ ബയോളജി തന്നെ
നമ്മൾ പിന്നീട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുക ആ ലൈൻ നമ്മൾ എത്ര സ്ട്രെസ് കൊടുത്തില്ല, പക്ഷെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു, അപ്പം നമുക്ക് തിരിച്ചൊന്ന് പോകാൻ തോന്നും. സോ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുന്ന ഒരാൾക്കായിരിക്കും നല്ലൊരു അതിൽ നിന്നൊരു ഭയങ്കര വലിയൊരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കിൽ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ പ്ലാനിങ് ദ പേപ്പർ, ടൈം മാനേജ്മെന്റ്. യെസ്, പെട്ടെന്ന് തന്നെ നമുക്കൊരു റീകളക്ഷൻ, നമുക്ക് ഇങ്ങനെ ഒരു ഓക്കെ കുഴപ്പമില്ല എന്നൊരു സംഭവം അടിക്കണമെങ്കിൽ നമ്മൾ കുറെ എക്സാം ഹാളിൽ തന്നെ ഇരിക്കണം, ഓഫ്ലൈൻ ആയി തന്നെ പോയി എഴുതണം. അത് നമ്മുടെ ഹോസ്റ്റലിൽ നമ്മൾ ഇരുന്ന് എഴുതുന്ന 2 മണിക്ക് 3 മണിക്കൂർ എക്സാം ആയാലും കുഴപ്പമില്ല, എന്നാലും എക്സാം എഴുതണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 2 to 5 എഴുതാൻ പറ്റുന്നെങ്കിൽ അത് അടിപൊളി. എന്നാൽ നമ്മൾ ആ ഒരു സമയം ഉറങ്ങിക്കളയരുത്, കാരണം ആ സമയത്ത് നമുക്ക് ശരിക്കും നല്ല ഉറക്കം വരും. നമുക്ക് തോന്നുന്നില്ല എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഉറക്കം വരില്ല എന്ന് തോന്നും, ശരിക്കും ഉറക്കം വരും. മോക്കിനൊക്കെ ശരിക്കും ഉറക്കം വന്നിട്ടുണ്ട്. പലപ്പോഴും രാവിലേക്ക് നമ്മള് ഇങ്ങനെ ഭയങ്കര രാവിലേക്ക് ഉറക്കണിട്ട് പഠിച്ചിട്ട് പിന്നെ പ്രീമോക്കിന് വന്നിരിക്കുമ്പോൾ പ്രീമോക്ക് എഴുതാൻ പറ്റാതെ ഇങ്ങനെ ഉറങ്ങിപ്പോകും. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇങ്ങനെയുള്ള ടൈമിൽ ഉറക്കമൊന്നും അങ്ങനെ മുടക്കരുത്. പിന്നെ നമ്മുടെ ഒരു പ്ലാൻ ഉണ്ടാവും, ഉറങ്ങുന്ന ടൈം എണീക്കുന്ന ടൈമൊക്കെ, അത് ഇനി മാറ്റാൻ നിൽക്കരുത്, അത് തന്നെ പൊക്കോണ്ടിരിക്കുക. ഇപ്പൊ നോമ്പൊക്കെ ആവുമ്പോ ഉറക്കം ഒന്ന് കൺട്രോൾ ചെയ്യണം. ഇറ്റ് മീൻസ് ഒരു ഉച്ചയ്ക്ക് മുന്നേ ഉറങ്ങി തീർക്കണം ഒരു ദിവസത്തെ ഉറക്കം. പിന്നെ അതിനുശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ എക്സാം ടൈമിൽ നമ്മൾ ഉറങ്ങാണ്ടിരിക്കണം. ലൈക്ക് ഐ മീൻ വി ഷുഡ് കീപ് ourselves active. യെസ് യെസ്, മുന്നേ ഉറങ്ങി തീർക്കണം. ഉറങ്ങണം ഡെയിലും, രാത്രി മാത്രമല്ല, നാപ്പ് എടുക്കണം, പവർ നാപ്പ് എടുക്കണം. പക്ഷെ അത് മാക്സിമം 2 to 5 മുന്നേ എടുത്തങ്ങ് തീർക്കണം. ശരിക്കും നമ്മുടെ ഹെൽത്ത് ഒക്കെ നോക്കണം, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് വിഷ് ദം ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാ സൈലമിയൻസിനും ഓൾ ദ വെരി ബെസ്റ്റ്.